ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു പുട്ടാണ് കേട്ടോ. സ്പെഷ്യൽ പുട്ടാണ്. മാമ്പഴം വെച്ചിട്ട് തയ്യാറാക്കുന്ന പുട്ടാണ്. പുട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും ഈ പുട്ട്. ഇതിനോട് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാൻ നന്നായിട്ട് പഴുത്ത 3 മാമ്പഴം, ഏകദേശം മീഡിയം സൈസുള്ള മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയെ കളഞ്ഞതിന് ശേഷം ഞാൻ ഇതിൽ 2 മാമ്പഴം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പൾപ്പാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നന്നായിട്ട് പഴുത്ത ഒരു മാമ്പഴം ഞാനിതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പുട്ടിൻ്റെ ഇടഭാഗത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് പുട്ടിൻ്റെ പൊടിയൊന്ന് നനച്ചെടുക്കണം. ഞാനിവിടെ റവ വെച്ചാണ് പുട്ട് തയ്യാറാക്കുന്നത്. മിക്സ് ചെയ്യുന്ന പാത്രത്തിലേക്ക് 1.5 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അരിപ്പൊടി വെച്ചിട്ടും ഗോതമ്പ് പൊടി വെച്ചിട്ടൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്പൂൺ കൊണ്ട് തന്നെ അല്ലെങ്കിൽ തവി കൊണ്ടോ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പ് റവയുടെ എല്ലാ ഭാഗത്തും എത്തക്ക വിധത്തിൽ യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ റോസ്റ്റഡ് റവയാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കണക്കാക്കിയാണ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പൾപ്പുണ്ടല്ലോ, മാങ്ങയുടെ പൾപ്പ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറ്റയടിക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് നിൽക്കേണ്ട. കാരണം ഇതിലെ നനവ് അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ആദ്യം പൾപ്പ് ചേർത്തിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പുട്ട് കുഴക്കില്ലേ, ആ പുട്ടിന് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഇതും കുഴച്ചെടുത്താൽ മതിയാകും. നമ്മളിതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇവിടെ മാങ്ങയുടെ പൾപ്പ് വെച്ച് തന്നെയാണ് ഇത് നനച്ചെടുക്കുന്നത്. ആവശ്യാനുസരണം ഇതുപോലെ പൾപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നനവ് അങ്ങ് ഓവറായി പോകാനും പാടില്ല കേട്ടോ. നമ്മൾ സാധാരണ പുട്ടിന് കുഴക്കുന്നത് പോലെ തന്നെ ഒരല്പം കൂടി നനവ് മുന്നിട്ട് നിൽക്കണം. കാരണം റവ ആയതുകൊണ്ട് തന്നെ റവ പെട്ടെന്ന് തന്നെ ആ നനവ് അബ്സോർബ് ചെയ്യും. ഇത് കൈകൊണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാങ്ങയുടെ പൾപ്പ് റവയുടെ എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് കട്ടയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൈകൊണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മിക്സ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കുറഞ്ഞ ഒരു 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 10 മിനിറ്റിന് ശേഷം പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റവ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ഇതിലെ കട്ടയൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചു കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ട് കൊടുത്തതിന് ശേഷം ആദ്യം 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പുട്ടുകുറ്റിയുടെ പകുതി ഭാഗത്തോളം വരത്തക്ക വിധത്തിൽ നമ്മുടെ പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. റവ മാംഗോ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് തേങ്ങാപ്പേര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിരിക്കുന്ന മാങ്ങയുടെ പീസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ ആവിയിൽ ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ പുട്ടിന്. ഇനി ബാക്കി ഭാഗത്ത് നമ്മൾ റവ മാംഗോ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതായത് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് വരെ നമ്മൾ നിറച്ചെടുത്തു. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ കുറച്ച് തേങ്ങാപ്പീര കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പുട്ടിന് ഫില്ല് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇനി ഇതിൽ സ്പെഷ്യലായിട്ട് നമ്മൾ കുറച്ച് മാംഗോയുടെ പീസുകൾ നടുഭാഗത്തായിട്ട് വെച്ച് കൊടുത്തു. ഇനി മൂടി വെച്ചിട്ട് ആവിയിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് ആവി വന്നിട്ട് പുട്ട് വെന്തിട്ടുണ്ട്. ഇതിലെ അടപ്പ് മാറ്റിയതിന് ശേഷം നമുക്ക് പുട്ട് കുത്തിയിട്ട് പുറത്തേക്ക് എടുക്കാം. ഞാനിവിടെ ഒരു വാഴ ഇലയിലേക്കാണ് പുട്ട് കുത്തിയിടുന്നത്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ മാമ്പഴത്തിൻ്റെ സ്മെല്ലാണ്. അങ്ങനെ പുട്ട് കുത്തി വാഴയിലേക്ക് ഇട്ടു. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പുട്ടും തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അങ്ങനെ രണ്ടാമത്തെ കുറ്റി പുട്ടും റെഡിയായിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ വാഴയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴം വെച്ചുള്ള റവ പുട്ട് തയ്യാറായിട്ടുണ്ട്. ഈ പുട്ടിൻ്റെ ഇടഭാഗത്ത് നമ്മൾ ഫില്ലിങ് വെച്ചിരിക്കുന്ന മാമ്പഴം ഉണ്ടല്ലോ, അത് ആവിയിൽ നല്ല വെന്തിട്ട് സോഫ്റ്റായിട്ട് അതെല്ലാം കൂടെ ഞെരടി ഈ പുട്ട് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതിനോട് വേറെ കറികളൊന്നും ആവശ്യമില്ല. സാധാരണ റവ ഇഷ്ടമില്ലാത്തവർക്കും പുട്ട് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഉറപ്പായും ഇഷ്ടമാകും ഈ പുട്ട്. ഇപ്പോൾ മാമ്പഴ കാലമാണല്ലോ, എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.